My dear students, welcome to our geography class. കഴിഞ്ഞ ക്ലാസ്സിൽ പബ്ലിക് എക്സ്പെൻഡിച്ചർ ആൻഡ് പബ്ലിക് റവന്യൂ എന്ന ലെസൺ നമ്മൾ അവസാനിപ്പിച്ചിരുന്നു, മുഴുവനാക്കിയിരുന്നു. അതിൻ്റെ നോട്ട്സും കാര്യങ്ങളുമൊക്കെ നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ട്. എല്ലാം ക്ലാസ് കേട്ട്, എല്ലാവരും ക്ലാസ്സുകളൊക്കെ കേട്ട് നോട്ട്സൊക്കെ എഴുതിയെടുത്ത് പഠിച്ചിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും എന്ന് വിശ്വസിക്കുകയാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ തുടങ്ങാൻ പോകുന്നത് നമ്മുടെ 6th ചാപ്റ്ററാണ്. അപ്പോഴതിൻ്റെ മുൻപത്തെ ഒരു പാഠഭാഗം അവിടെയുണ്ട്. ആ പാഠഭാഗം നമുക്ക് ഓഫ്ലൈൻ ക്ലാസ്സുകൾ തുടങ്ങുന്നുവെങ്കിൽ നേരിട്ട് പഠിക്കാം. അതായിരിക്കും ആ പാഠഭാഗം പഠിക്കാൻ ഏറ്റവും നല്ലത് എന്നുള്ളത് കൊണ്ടാണ്. അതല്ല, ഇനിയും ഈ രൂപത്തിൽ തന്നെ കാര്യങ്ങൾ തുടർന്ന് പോവുകയാണ് എങ്കിൽ നമുക്ക് ആ പാഠഭാഗം പിന്നീട് ചർച്ച ചെയ്യാം. സോ നമ്മുടെ 6th ലെസണിന്റെ പേര് എന്ന് പറയുന്നത് ഐസ് ഇൻ ദ സ്കൈ ആൻഡ് അനാലിസിസ് ഓഫ് ഇൻഫർമേഷൻ എന്നാണ്. ഐസ് ഇൻ ദ സ്കൈ ആൻഡ് അനാലിസിസ് ഓഫ് ഇൻഫർമേഷൻ, ആകാശ കണ്ണുകളും അറിവിന്റെ വിശകലനവും എന്നാണ് നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗത്തിന്റെ പേര്. അപ്പോൾ പേര് കേൾക്കുമ്പോൾ ഒരു പക്ഷേ വളരെ ബുദ്ധിമുട്ടുള്ളൊരു പാഠഭാഗമായിരിക്കും എന്നൊന്നും ആരും വിചാരിക്കേണ്ടതില്ല. നമുക്കറിയാവുന്ന ചില കാര്യങ്ങൾ, ആ കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് പരിചയമില്ലാത്ത ചില ആളുകൾക്കെങ്കിലും പരിചയമില്ലാത്ത ചില കാര്യങ്ങൾ കൂട്ടത്തിൽ പഠിക്കുക എന്നുള്ളതാണ് ഈ പാഠഭാഗത്തിലുള്ളത്. അപ്പോഴ് ഈ പാഠഭാഗം ആദ്യം മുതൽ അവസാനം വരെ ക്ലിയർ ആയി മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഈ പാഠഭാഗത്തിലെ 3 കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കണം. 3 ടേംസ്. ആദ്യം ഈ പാഠഭാഗത്തിലെ 3 ടേംസ് പഠിക്കണം. അത് ശരിയായി മനസ്സിലായാൽ മാത്രമാണ് പാഠഭാഗത്തിലെ ബാക്കി കാര്യങ്ങൾ വിഷമമൊന്നും കൂടാതെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പോൾ ഈ പാഠഭാഗത്തിൽ നമ്മൾ ആദ്യം പഠിക്കേണ്ട ടേം എന്ന് പറയുന്നത് റിമോട്ട് സെൻസിങ് എന്നാണ്. റിമോട്ട് സെൻസിങ്. സോ വാട്ട് യു മീൻ ബൈ റിമോട്ട് സെൻസിങ്? എന്താണ് റിമോട്ട് സെൻസിങ് എന്ന് പറഞ്ഞാൽ? മലയാളത്തിൽ വിദൂര സംവേദനം എന്ന് പറയും. സോ എന്തായിരിക്കും ഈ റിമോട്ട് സെൻസിങ് അല്ലെങ്കിൽ വിദൂര സംവേദനം എന്ന് പറഞ്ഞാൽ? അതായത് നമ്മൾ ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രതിഭാസം, ഫിനോമിനൻ എന്ന് പറയും, മഴ, കാറ്റ്, മഞ്ഞ്, ഇതൊക്കെ അങ്ങനെ. അപ്പൊ ഇവയൊക്കെ കുറിച്ചുള്ള വിവരങ്ങൾ അവയിൽ തൊടാതെ, ആ വസ്തുക്കളുമായി കൊണ്ട് ഫിസിക്കൽ കോണ്ടാക്ട് ഇല്ലാതെ സ്വീകരിക്കുക, അത് ശേഖരിക്കുക. ഈ ഒരു സിസ്റ്റത്തെയാണ്, ഈ ഒരു പ്രോസസ്സിനെയാണ് റിമോട്ട് സെൻസിങ് എന്ന് പറയാം. റിമോട്ട് സെൻസിങ് എന്ന് പറഞ്ഞാൽ, റിമോട്ട് സെൻസിങ് ഈസ് എ മെത്തേഡ് ഓഫ് കളക്ടിങ് ഇൻഫർമേഷൻ അബൌട്ട് ആൻ ഒബ്ജെക്ട്, എ പ്ലേസ് ഓർ എ ഫിനോമിനൺ without actual physical contact. Remote sensing is a method of collecting information. വിവരങ്ങൾ കളക്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. അത് എന്തിനെ കുറിച്ചായിരിക്കാം? അത് അബൌട്ട് എ പ്ലേസ്, ഒരു സ്ഥലത്തെ കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ ഓർ എ ഫിനോമിനൻ, അല്ലെങ്കിൽ ഒരു പ്രതിഭാസത്തെ കുറിച്ചായിരിക്കാം, അല്ലെങ്കിലോ ഓഫ് ആൻ ഒബ്ജെക്ട്, അല്ലെങ്കിൽ ഒരു വസ്തുവിനെ കുറിച്ചായിരിക്കാം. അപ്പോൾ ഒരു സ്ഥലത്തെ കുറിച്ചോ വസ്തുവിനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു ഫിനോമിനനെ കുറിച്ചോ ഉള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക. പക്ഷെ കളക്ട് ചെയ്യുന്നതിന്റെ പ്രത്യേകത എന്താന്ന് പറയുന്നത്, വിത്തൗട്ട് ഫിസിക്കൽ കോണ്ടാക്ട്, ആ വസ്തുവിൽ തൊടാതെ, ആ വസ്തുവിൽ സ്പർശിക്കാതെയാണ് വിവരങ്ങൾ ശേഖരിക്കുക. അപ്പൊ അതിനെയാണ് റിമോട്ട് സെൻസിങ് എന്ന് പറയാം. ഉദാഹരണം പറയാം, ഒരു കുന്നുണ്ട്. ആ കുന്നിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ക്യാമറ വെച്ച് ആ കുന്നിന്റെ ഫോട്ടോ എടുത്തു. ഞാനൊരു ക്യാമറ വെച്ച് ആ കുന്നിന്റെ ഫോട്ടോ എടുത്തു. അപ്പോഴും ഞാൻ ആ കുന്നിന്റെ വിവരങ്ങൾ ശേഖരിക്കാൻ വേണ്ടിയിട്ട് ഫോട്ടോ എടുത്തത് അതിൽ ഫിസിക്കൽ കോണ്ടാക്ട് ഉണ്ടായിട്ടാണ്, അതിൽ തൊട്ടിട്ടാണോ? അല്ല. അപ്പോൾ ഞാൻ ഈ ചെയ്ത സമ്പ്രദായത്തെ അല്ലെങ്കിൽ ഞാൻ ഈ ചെയ്ത മാർഗത്തെയാണ് റിമോട്ട് സെൻസിങ് എന്ന് പറയാം. സോ റിമോട്ട് സെൻസിങ് എന്ന് പറഞ്ഞാൽ
is a process of collecting information of an object or a place or a phenomenon without any physical contact. ഇതിനെയാണ് റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ റിമോട്ട് സെൻസിങ് എന്താണ് എന്ന് ഇങ്ങനെ മനസ്സിലാക്കി വെക്കുക. ഒരു വസ്തുവിനെ കുറിച്ചോ ഒരു സ്ഥലത്തെ കുറിച്ചോ ഒരു പ്രതിഭാസത്തെ കുറിച്ചോ അവയിലൊന്നും തൊടാതെ വിവരങ്ങൾ ശേഖരിക്കുന്ന മാർഗമാണ് റിമോട്ട് സെൻസിങ്. രണ്ടാമത്തത് നമ്മൾ പഠിക്കേണ്ട, നിർബന്ധമായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട രണ്ടാമത്തെ ടേം എന്ന് പറയുന്നതാണ് സെൻസേഴ്സ്. സെൻസറുകൾ, സെൻസേഴ്സ്. സെൻസേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? വളരെ സുഖമാണ്. റിമോട്ട് സെൻസിങ്ങിൽ ആ വസ്തുക്കളുടെ ഏത് വസ്തുവിനെ കുറിച്ചാണോ നമ്മൾ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നത്, ആ കളക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തെയാണ് സെൻസർ എന്ന് പറയുന്നത്. ഞാൻ കുന്നിന്റെ ചിത്രമെടുക്കാൻ ഉപയോഗിച്ചത് ക്യാമറയാണ്. അപ്പോൾ ഞാൻ അവിടെ ഉപയോഗിച്ച സെൻസർ എന്ന് പറയുന്നത് ക്യാമറ. അതായത് റിമോട്ട് സെൻസിങ്ങിൽ വസ്തുക്കളുടെ വിവരങ്ങൾ ശേഖരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെയാണ് എന്ത് പറയാ? സെൻസേഴ്സ് എന്ന് പറയാം. സോ സെൻസേഴ്സ് ആർ ഡിവൈസസ് യൂസ്ഡ് ടു ഡാറ്റ കളക്ഷൻ ഇൻ റിമോട്ട് സെൻസിങ്. Sensors are devices used to data collection in remote sensing. സെൻസറുകൾ എന്ന് പറഞ്ഞാൽ സെൻസേഴ്സ് ആർ ഡിവൈസസ്, ഉപകരണങ്ങളാണ്. എന്തിനുള്ള ഉപകരണങ്ങളാണ്? യൂസ്ഡ് ഫോർ ഡാറ്റ കളക്ഷൻ ഇൻ റിമോട്ട് സെൻസിങ്. റിമോട്ട് സെൻസിങ്ങിൽ ഡാറ്റ കളക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസ്, ഉപകരണങ്ങളെ പറയുന്ന പേരാണ് സെൻസേഴ്സ് എന്ന് പറയുന്നത്. സെൻസേഴ്സിന് ഉദാഹരണങ്ങളാണ് ക്യാമറ. ഞാനൊന്ന് ഒരു ഉദാഹരണം നേരത്തെ പറഞ്ഞു, ക്യാമറ, അതേപോലെ സ്കാനേഴ്സ് തുടങ്ങിയവ. ക്യാമറകളും സ്കാനേഴ്സുകളും സെൻസേഴ്സിന് ഉദാഹരണമാണ്. അപ്പോൾ റിമോട്ട് സെൻസിങ് എന്താണെന്ന് പറഞ്ഞു, സെൻസേഴ്സ് എന്താണെന്ന് പറഞ്ഞു. ആൻഡ് ദി തേർഡ് വൺ ഈസ് പ്ലാറ്റ്ഫോം. എന്താണ് പ്ലാറ്റ്ഫോം? പ്ലാറ്റ്ഫോം എന്താണെന്ന് കൂടി ഇവിടെ പഠിക്കണം. പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ സെൻസറുകൾ ഫിറ്റ് ചെയ്യുന്ന, ഘടിപ്പിക്കുന്ന പ്രതലത്തെയാണ് പ്ലാറ്റ്ഫോംസ് എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, എനിക്കൊരു പ്രദേശത്തിന്റെ ഫോട്ടോ എടുക്കണം, വിവരം ശേഖരിക്കണം. അതിനു വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു? ക്യാമറ എന്ന് പറയുന്നത് ഒരു വിമാനത്തിൽ ഫിറ്റ് ചെയ്ത് ഘടിപ്പിച്ചു. ആ വിമാനം പറത്തിക്കൊണ്ട് ആ സ്ഥലത്തിന്റെ ഫോട്ടോ അല്ലെങ്കിൽ ഡാറ്റ ഞാൻ കളക്ട് ചെയ്തു. അവിടെ ക്യാമറ എന്ന് പറയുന്നത് ഞാൻ ഉപയോഗിച്ച സെൻസറാണ്. അത് ഞാൻ ഫിറ്റ് ചെയ്തത് വിമാനത്തിലാണ്. ആ വിമാനത്തെയാണ് പ്ലാറ്റ്ഫോം എന്ന് പറയാം. ഡാറ്റ കളക്ഷന് വേണ്ടിയിട്ട് സെൻസറുകൾ എവിടെയാണോ നമ്മൾ ഫിറ്റ് ചെയ്യുന്നത്, ആ സ്ഥലത്തെയാണ് നമ്മൾ എന്ത് പറയാ? പ്ലാറ്റ്ഫോം എന്ന് പറയാം. നോക്കൂ, ദ കാരിയർ ഓൺ വിച്ച് സെൻസേഴ്സ് ആർ ഫിക്സഡ് ഈസ് കോൾഡ് എ പ്ലാറ്റ്ഫോം. The carrier on which sensors are fixed. സെൻസേഴ്സിനെ ഫിക്സ് ചെയ്തിട്ടുള്ള കാരിയേഴ്സ്, ഈ സെൻസേഴ്സിനെ വഹിച്ചു കൊണ്ടുപോകുന്ന വസ്തുക്കൾ, അവയെയാണ് നമ്മൾ പ്ലാറ്റ്ഫോം എന്ന് പറയാം. പ്ലാറ്റ്ഫോംസിന് ഉദാഹരണമാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒന്ന്, എയർക്രാഫ്റ്റ് എന്ന് പറയുന്നത്. അല്ലെ, വിമാനങ്ങളിൽ ഘടിപ്പിച്ചു എന്ന് പറഞ്ഞില്ലേ. രണ്ടാമത്തെ ഉദാഹരണമാണ് ബലൂൺസ്. വലിയ ബലൂണുകളിൽ, കൊട്ടകളിലും മറ്റും മനുഷ്യർ യാത്ര ചെയ്യുന്നൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ വലിയ ബലൂണുകളിലും ഇതേപോലെ ക്യാമറകൾ ഘടിപ്പിച്ചുകൊണ്ട് ഫോട്ടോസും ഡാറ്റാസും ഒക്കെ കളക്ട് ചെയ്യാറുണ്ട്. മൂന്നാമത്തേതാണ് സാറ്റലൈറ്റുകൾ, ഉപഗ്രഹങ്ങൾ, കൃത്രിമ ഉപഗ്രഹങ്ങളിൽ ഘടിപ്പിച്ചിരിക്കുന്ന സ്കാനേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഡാറ്റാസ് കളക്ട് ചെയ്യാറുണ്ട്. അപ്പൊ പ്ലാറ്റ്ഫോമുകൾക്ക് ഉദാഹരണമാണ് ബലൂൺസ്, അതേപോലെ തന്നെ എയർക്രാഫ്റ്റ്സ്, സാറ്റലൈറ്റ്സ് എന്നിവ. സോ ഈ മൂന്ന് ടേംസ് ആണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. ഒന്നാമത്തത് എന്താണ്? റിമോട്ട് സെൻസിങ്. എന്താണ് റിമോട്ട് സെൻസിങ്? ഈസ് ദ പ്രോസസ് ഓഫ് കളക്ടിങ് ഡാറ്റ ഓഫ് ആൻ ഒബ്ജെക്ട് ഓർ എ പ്ലേസ് ഓർ എ ഫിനോമിനൺ വിത്തൗട്ട് ആക്ച്വൽ ഫിസിക്കൽ കോണ്ടാക്ട്. രണ്ടാമത് പഠിച്ചത് സെൻസേഴ്സ് ആണ്. എന്താ സെൻസേഴ്സ്? Sensors are the devices used for data collection in remote sensing. Examples are cameras,
സ്കാനേഴ്സ് എക്സെട്ര. പ്ലാറ്റ്ഫോംസ് എന്ന് പറഞ്ഞാൽ ദ കാരിയർ ഓൺ വിച്ച് ദ സെൻസേഴ്സ് ആർ ഫിക്സഡ് ഈസ് കോൾഡ് പ്ലാറ്റ്ഫോംസ്. എക്സാമ്പിൾ ബലൂൺസ്, അതേപോലെ തന്നെ എയർക്രാഫ്റ്റ്സ്, സാറ്റലൈറ്റ്സ് എക്സെട്ര. ഈ മൂന്ന് കാര്യങ്ങളും എന്താണ് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമാണ് നമുക്ക് ഈ പാഠഭാഗത്തിൽ വരുന്ന ബാക്കി കാര്യങ്ങൾ സംശയമൊന്നും കൂടാതെ പഠിക്കാൻ കഴിയുള്ളൂ. ഓക്കെ ഓക്കെ അപ്പോൾ ഇത്രയും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനി നമുക്ക് പാഠത്തിന്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് പ്രവേശിക്കാം. ഇനി നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് റിമോട്ട് സെൻസിങ്. നമ്മൾ പറഞ്ഞു എന്താണ് റിമോട്ട് സെൻസിങ് എന്ന്. ആ റിമോട്ട് സെൻസിങ്ങിനെ എങ്ങനെയെല്ലാം ക്ലാസിഫൈ ചെയ്യാം എന്നുള്ളതാണ് അടുത്ത് നോക്കേണ്ടത്. സോ we can classify remote sensing based on the source of energy and the platform. റിമോട്ട് സെൻസിങ്ങിനെ നമുക്ക് രണ്ട് രൂപത്തിൽ ക്ലാസിഫൈ ചെയ്യാം. ഒന്നാമത്തേത് റിമോട്ട് സെൻസിങ്ങിൽ ഉപയോഗിക്കുന്ന സോഴ്സ് ഓഫ് എനർജി. ഓരോ റിമോട്ട് സെൻസിങ്ങിലും സെൻസേഴ്സിന്റെ എനർജിയുടെ സോഴ്സ്, ഊർജത്തിന്റെ ഉറവിടം അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമുക്ക് റിമോട്ട് സെൻസിങ്ങിനെ പല രൂപത്തിൽ തരംതിരിക്കാം. അതേപോലെ തന്നെ ബേസ്ഡ് ഓൺ ദി പ്ലാറ്റ്ഫോം. പ്ലാറ്റ്ഫോമിന്റെ അടിസ്ഥാനത്തിൽ എവിടെയാണോ ക്യാമറകളും സ്കാനേഴ്സും അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ ആ ഒരു സെൻസേഴ്സ് ഫിറ്റ് ചെയ്യുന്നത്, അതിന്റെ ബേസിലും നമുക്ക് റിമോട്ട് സെൻസിങ്ങിനെ പല രൂപത്തിൽ ക്ലാസിഫൈ ചെയ്യാം. സോ അത് ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് റിമോട്ട് സെൻസിങ് ബേസ്ഡ് ഓൺ ദി സോഴ്സ് ഓഫ് എനർജി. എനർജിയുടെ സോഴ്സിൽ അതായത് ഊർജത്തിന്റെ ഉറവിടത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എങ്ങനെയെല്ലാം റിമോട്ട് സെൻസിങ്ങിനെ ക്ലാസിഫൈ ചെയ്യാം എന്നുള്ളതാണ് ആദ്യം നോക്കുന്നത്. സോ അതിൽ നമ്മൾ ആദ്യം പഠിക്കേണ്ടത് രണ്ട് രൂപത്തിലാണ് ഈ ഒരു എനർജി, സോഴ്സ് ഓഫ് എനർജിയുടെ അടിസ്ഥാനത്തിൽ റിമോട്ട് സെൻസിങ്ങിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. We can classify remote sensing based on the source of energy into two. സോഴ്സ് ഓഫ് എനർജിയുടെ അടിസ്ഥാനത്തിൽ റിമോട്ട് സെൻസിങ്ങിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ ആക്റ്റീവ് റിമോട്ട് സെൻസിങ്, സെക്കൻഡ് വൺ പാസീവ് റിമോട്ട് സെൻസിങ്. റിമോട്ട് സെൻസിങ് എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിൽ തൊടാതെ എന്ത് ചെയ്യുക, ക്യാമറയോ മറ്റോ ഉപയോഗിച്ച് വസ്തുക്കളുടെ വിവരങ്ങൾ ശേഖരിക്കുക, അതിനാണ് റിമോട്ട് സെൻസിങ് എന്ന് പറയാം. ഈ റിമോട്ട് സെൻസിങ്ങിന് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ക്യാമറയാവാം, സ്കാനർ ആവാം. ഈ ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്ന എനർജിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് റിമോട്ട് സെൻസിങ്ങിനെ ആക്റ്റീവ് റിമോട്ട് സെൻസിങ് എന്നും പാസീവ് റിമോട്ട് സെൻസിങ് എന്നും രണ്ടായിട്ട് തിരിക്കാം. നോക്കാം, എന്താണ് ആക്റ്റീവ് റിമോട്ട് സെൻസിങ് എന്ന് പറഞ്ഞാൽ? ആക്റ്റീവ് റിമോട്ട് സെൻസിങ് എന്ന് പറഞ്ഞാൽ റിമോട്ട് സെൻസിങ് മെയ്ഡ് വിത്ത് ദ എയ്ഡ് ഓഫ് ആർട്ടിഫിഷ്യൽ സോഴ്സ് ഓഫ് എനർജി. എങ്ങനെയാണ് റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത്? മെയ്ഡ് വിത്ത് ദ എയ്ഡ് ഓർ മെയ്ഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആർട്ടിഫിഷ്യൽ സോഴ്സ് ഓഫ് എനർജി. ആർട്ടിഫിഷ്യൽ സോഴ്സ്, കൃത്രിമമായി ഉണ്ടാക്കുന്ന എനർജിയുടെ സഹായത്തോടു കൂടി റിമോട്ട് സെൻസിങ് നടത്തുക. അങ്ങനെയുള്ള റിമോട്ട് സെൻസിങ്ങിനെ പറയുന്ന പേരാണ് ആക്റ്റീവ് റിമോട്ട് സെൻസിങ്. ഈ ഒരു എനർജിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് റേഡിയേറ്റിംഗ് ഫ്രം ദി സെൻസർ. ആ എനർജി ഉൽപ്പാദിപ്പിക്കുന്നത് സെൻസറിന്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ്. സോ സെൻസേഴ്സിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ആർട്ടിഫിഷ്യൽ എനർജി ഉപയോഗിച്ചുകൊണ്ട് റിമോട്ട് സെൻസിങ് നടത്തുന്ന മെത്തേഡാണ് ആക്റ്റീവ് റിമോട്ട് സെൻസിങ്. റിമോട്ട് സെൻസിങ് മെയ്ഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആർട്ടിഫിഷ്യൽ സോഴ്സ് ഓഫ് എനർജി റേഡിയേറ്റിംഗ് ഫ്രം ദി സെൻസർ. ഓരോ സെൻസർ എന്ന് പറഞ്ഞാൽ റിമോട്ട് സെൻസിങ്ങിന് ഉപയോഗിക്കുന്ന ഉപകരണം. ആ ഉപകരണത്തിൽ നിന്ന് ഉണ്ടാകുന്ന എനർജിയുടെ സഹായത്തോടു കൂടി റിമോട്ട് സെൻസിങ് നടത്തുന്ന മെത്തേഡാണ് ആക്റ്റീവ് റിമോട്ട് സെൻസിങ്. ഇതൊന്നും കൂടി മനസ്സിലാവണമെങ്കിൽ അടുത്ത റിമോട്ട് സെൻസിങ് നോക്കണം. അതാണ് പാസീവ് റിമോട്ട് സെൻസിങ്. പാസീവ് റിമോട്ട് സെൻസിങ് എന്ന് പറഞ്ഞാൽ റിമോട്ട് സെൻസിങ് ഈസ് ക്യാരിഡ് ഔട്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സോളാർ എനർജി.
സോളാർ എനർജിയുടെ സഹായത്തോടു കൂടി റിമോട്ട് സെൻസിങ് നടത്തുക. അതിനാണ് പാസീവ് റിമോട്ട് സെൻസിങ് എന്ന് പറയാം. റിമോട്ട് സെൻസിങ് carried out with the help of solar energy. സോളാർ എനർജിയുടെ അടിസ്ഥാനത്തിൽ, സോളാർ എനർജിയുടെ സഹായത്തോടു കൂടി റിമോട്ട് സെൻസിങ് നടത്തുന്നതിന് പറയുന്ന പേരാണ് പാസീവ് റിമോട്ട് സെൻസിങ്. ആക്റ്റീവ് റിമോട്ട് സെൻസിങ് എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ സോഴ്സ് ഓഫ് എനർജിയുടെ അടിസ്ഥാനത്തിൽ, സോളാർ എനർജി എന്ന് പറഞ്ഞാൽ നാച്ചുറൽ സോഴ്സ് അല്ല, പ്രകൃതി നൽകുന്ന എനർജിയാണ്. എന്നാൽ ആക്റ്റീവ് റിമോട്ട് സെൻസിങ് എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ സോഴ്സ്, കൃത്രിമമായി ഉണ്ടാക്കുന്ന എനർജിയുടെ അടിസ്ഥാനത്തിൽ അതിന്റെ സഹായത്തിൽ റിമോട്ട് സെൻസിങ് നടത്തുക. അതിനെയാണ് ആക്റ്റീവ് റിമോട്ട് സെൻസിങ് എന്ന് പറയാം. സോ ഇത് രണ്ടും എന്താണ്? ക്ലാസിഫിക്കേഷൻ ഓഫ് റിമോട്ട് സെൻസിങ് ബേസ്ഡ് ഓൺ സോഴ്സ് ഓഫ് എനർജി. സോഴ്സ് ഓഫ് എനർജിയുടെ അടിസ്ഥാനത്തിൽ റിമോട്ട് സെൻസിങ്ങിനെ ക്ലാസിഫൈ ചെയ്തതാണ് ഈ രണ്ടെണ്ണം. ഇനി ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞു, we can classify remote sensing based on its platform. നമുക്ക് റിമോട്ട് സെൻസിങ്ങിനെ പ്ലാറ്റ്ഫോമിന്റെ അടിസ്ഥാനത്തിലും ക്ലാസിഫൈ ചെയ്യാം. പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ ക്യാമറ എവിടെയാണോ ഫിറ്റ് ചെയ്യുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ. സോ എങ്ങനെയൊക്കെയാണ് പ്ലാറ്റ്ഫോമിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് റിമോട്ട് സെൻസിങ്ങിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നത് നോക്കാം. സോ we can classify remote sensing into 3 based on the platform. പ്ലാറ്റ്ഫോമിന്റെ അടിസ്ഥാനത്തിൽ റിമോട്ട് സെൻസിങ്ങിനെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം. ഫസ്റ്റ് വൺ ടെറസ്ട്രിയൽ ഫോട്ടോഗ്രഫി, സെക്കൻഡ് വൺ ഏരിയൽ റിമോട്ട് സെൻസിങ്, തേർഡ് വൺ സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ്. ടെറസ്ട്രിയൽ ഫോട്ടോഗ്രഫി, ഏരിയൽ റിമോട്ട് സെൻസിങ്, സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ്, ഇത് മൂന്നും പ്ലാറ്റ്ഫോമിന്റെ അടിസ്ഥാനത്തിൽ റിമോട്ട് സെൻസിങ്ങിനെ ക്ലാസിഫൈ ചെയ്തതാണ്. ടെറസ്ട്രിയൽ ഫോട്ടോഗ്രഫി, ഏരിയൽ റിമോട്ട് സെൻസിങ്, സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ്. ഇതിൽ നമുക്ക് ഓരോന്നും എടുത്ത് പഠിക്കാം. എന്തായിരിക്കും ടെറസ്ട്രിയൽ? ആദ്യം എന്താണെന്ന് ജസ്റ്റ് പറയാം, എന്നിട്ട് പഠിക്കാം. ടെറസ്ട്രിയൽ ഫോട്ടോഗ്രഫി എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ പുറത്തുള്ള ഒരു സാധനം, ഭൂമിയുടെ പുറത്ത് തന്നെ ഒരാൾ നിന്ന് ക്യാമറയിൽ ഫോട്ടോ എടുക്കുക, അതിനെയാണ് ടെറസ്ട്രിയൽ ഫോട്ടോഗ്രഫി എന്ന് പറയാം. ഭൂമിയുടെ ഉപരിതലത്തിൽ, ഭൂമിയുടെ പുറത്തുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കുന്ന്, അത് ഭൂമിയുടെ പുറത്ത് നിൽക്കുന്നു, ഞാൻ ഭൂമിയുടെ പുറത്ത് നിൽക്കുന്നു, എന്നിട്ട് ഞാൻ എൻ്റെ കയ്യിലുള്ള ക്യാമറയും കൊണ്ട് ആ കുന്നിന് ഫോട്ടോ എടുക്കുന്നു. ഇതിനെയാണ് ടെറസ്ട്രിയൽ ഫോട്ടോഗ്രഫി എന്ന് പറയാം. ഏരിയൽ റിമോട്ട് സെൻസിങ് എന്ന് പറഞ്ഞാൽ വിമാനം പോലെയുള്ള വസ്തുക്കളിൽ ക്യാമറയും മറ്റും ഘടിപ്പിച്ച് അവ ഉപയോഗിച്ചുകൊണ്ട് ആകാശത്ത് നിന്ന് ഫോട്ടോസ് എടുക്കുക അല്ലെങ്കിൽ വിവരം സ്വീകരിക്കുക. ഇതിനെയാണ് ഏരിയൽ റിമോട്ട് സെൻസിങ് എന്ന് പറയാം. സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ് എന്ന് പറഞ്ഞാൽ ഒന്നും കൂടി മുകളിൽ കൃത്രിമമായി ഉണ്ടാക്കുന്ന സാറ്റലൈറ്റുകളിലെ എന്ത് ചെയ്യുക, ഉപഗ്രഹങ്ങളിലെ സ്കാനറുകളും മറ്റും ഘടിപ്പിച്ച് അതിലൂടെ വിവരങ്ങൾ ശേഖരിക്കുക. അതിനെയാണ് സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ മൂന്നെണ്ണവും എന്താണെന്ന് ജസ്റ്റ് മനസ്സിലാക്കാൻ മലയാളത്തിൽ പറഞ്ഞെന്ന് മാത്രം. ഈ മൂന്നെണ്ണത്തെയും കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. നോക്കാം. അതിലൊന്നാമത്തേത് ടെറസ്ട്രിയൽ ഫോട്ടോഗ്രഫി. ടെറസ്ട്രിയൽ ഫോട്ടോഗ്രഫി എന്താണ് എന്ന് ഞാൻ നിങ്ങളോട് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. എന്താണ് ടെറസ്ട്രിയൽ ഫോട്ടോഗ്രഫി? ദ മെത്തേഡ് ഓഫ് ഒബ്റ്റെയിനിങ് ദ എർത്ത്സ് ടോപ്പോഗ്രഫി using cameras from the ground is known as terrestrial photography. Terrestrial photography എന്ന് പറഞ്ഞാൽ the method of obtaining the earth's topography. എർത്തിന്റെ മുകളിൽ, എർത്തിന്റെ ഉപരിതലം, അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുന്ന ഒരു മെത്തേഡാണ്. യൂസിങ് ക്യാമറാസ് ഫ്രം ദി ഗ്രൗണ്ട്. എന്തുപയോഗിച്ച്? ക്യാമറാസ് ഉപയോഗിച്ച് ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് ഭൂമിയുടെ പുറത്തുള്ള ഒരു വസ്തുവിനെ കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുക. ഇതിന് പറയുന്ന പേരാണ് ടെറസ്ട്രിയൽ ഫോട്ടോഗ്രഫി. ദ മെത്തേഡ് ഓഫ് ഒബ്റ്റെയിനിങ് ദ എർത്ത്സ് ടോപ്പോഗ്രഫി യൂസിങ് ക്യാമറാസ് ഫ്രം ദി ഗ്രൗണ്ട് ഈസ് നോൺ ആസ് ടെറസ്ട്രിയൽ ഫോട്ടോഗ്രഫി. ഓക്കെ, ഇതാണ് ടെറസ്ട്രിയൽ ഫോട്ടോഗ്രഫി. അപ്പൊ ഈ ടെറസ്ട്രിയൽ ഫോട്ടോഗ്രഫിയെ കുറിച്ച് ഇത് മാത്രമാണ് നമുക്ക് പഠിക്കാനുള്ളത്, കൂടുതലൊന്നും പഠിക്കാനില്ല. ടെറസ്ട്രിയൽ ഫോട്ടോഗ്രഫിയെ കുറിച്ച് എന്താണ് ടെറസ്ട്രിയൽ ഫോട്ടോഗ്രഫി എന്ന് മാത്രമാണെന്നുള്ളത് നമുക്ക് പഠിക്കാനുള്ളത്. രണ്ടാമത്തെ നമുക്ക് പഠിക്കാനുള്ളതാണ് ഏരിയൽ റിമോട്ട് സെൻസിങ്. അതേക്കുറിച്ച് നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിക്കൊണ്ട് പഠിക്കണം.
ഏരിയൽ റിമോട്ട് സെൻസിങ്. എന്താണ് ഏരിയൽ റിമോട്ട് സെൻസിങ് എന്ന് പറഞ്ഞാൽ? ഞാൻ നേരത്തെ പറഞ്ഞു, വിമാനങ്ങളിലും മറ്റും ഫിറ്റ് ചെയ്ത സെൻസേഴ്സ് ഉപയോഗിച്ച് വിവരങ്ങൾ ശേഖരിക്കുക. അതിനെയാണ് ഏരിയൽ റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത്. ദ മെത്തേഡ് ഓഫ് obtaining photographs of the earth's surface continuously from the sky by using cameras mounted on aircrafts is known as aerial remote sensing. Aerial remote sensing എന്ന് പറഞ്ഞാൽ എന്താ? The method of obtaining photographs of the earth's surface. എർത്ത് സർഫേസിലെ ഫോട്ടോഗ്രാഫ്സ് ഒബ്റ്റെയിൻ ചെയ്യുന്ന, അത് നേടിയെടുക്കുന്ന ഒരു പ്രോസസ്സാണ്. എങ്ങനെ? കണ്ടിന്യൂസ്ലി, അത് തുടർച്ചയായ ഫോട്ടോഗ്രാഫ്സ് ആണ് കിട്ടുക. ഫ്രം ദി സ്കൈ, ആകാശത്ത് നിന്നാണ് പിടിക്കുന്നത്. ബൈ യൂസിങ് ക്യാമറാസ്, ക്യാമറകൾ ഉപയോഗിച്ചിട്ടാണ് പിടിക്കുന്നത്. മൗണ്ടഡ് ഓൺ എയർക്രാഫ്റ്റ്സ്, എങ്ങനെയുള്ള ക്യാമറ? എയർക്രാഫ്റ്റ്സ്, ആകാശത്തിലൂടെ സഞ്ചരിക്കുന്ന വാഹനങ്ങളിൽ മൗണ്ട് ചെയ്തിട്ടുള്ള, ഫിറ്റ് ചെയ്തിട്ടുള്ള ക്യാമറാസ് ഉപയോഗിച്ച് എർത്തിന്റെ സർഫേസിലെ ഫോട്ടോഗ്രാഫ് എടുക്കുന്ന രീതിയാണ് ഏരിയൽ റിമോട്ട് സെൻസിങ്. വിമാനങ്ങളിൽ ഫിറ്റ് ചെയ്ത ക്യാമറകൾ ഉപയോഗിച്ച് എർത്ത് സർഫേസിലെ വസ്തുക്കളുടെ ഫോട്ടോ എടുക്കുന്ന രീതി, അതിനെയാണ് എന്ത് പറയാ? ഏരിയൽ റിമോട്ട് സെൻസിങ്. സോ ഏരിയൽ റിമോട്ട് സെൻസിങ് ഈസ് ദ മെത്തേഡ് ഓഫ് ഒബ്റ്റെയിനിങ് ഫോട്ടോഗ്രാഫ്സ് ഓഫ് ദ എർത്ത് സർഫേസ് കണ്ടിന്യൂസ്ലി ഫ്രം ദ സ്കൈ by using cameras mounted on aircrafts is known as aerial remote sensing. അപ്പൊ ഏരിയൽ റിമോട്ട് സെൻസിങ് എന്താണ് എന്ന് മനസ്സിലാക്കി വെക്കുക ഇപ്പോഴേ. ഇനി അതിന്റെ മെറിറ്റ്സ് എന്തൊക്കെയാണ്, ഡിമെറിറ്റ്സ് എന്തൊക്കെയാണ്, അതുമായി ബന്ധപ്പെട്ട 2-3 ടേംസ് വേറെ കൂടിയുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ഇത്രയും ഭാഗം നന്നായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. എങ്കിൽ മാത്രമാണ് അടുത്ത ഭാഗങ്ങൾ നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. നോട്ട്സ് അയച്ചു തരും, അവയെല്ലാം കേട്ട് നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കുക. വീണ്ടും അടുത്ത ദിവസം ഇതിന്റെ ബാക്കി ഭാഗവുമായി കൊണ്ട് നമുക്ക് കാണാം.